ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചെക്കനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ചെക്കൻ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ IPL തുടങ്ങാറായല്ലോ. അപ്പോൾ നമ്മുടെ ചെക്കൻ ചെന്നൈയിൽ എത്തിയിട്ടാ. അപ്പോൾ നമ്മുടെ ചെക്കൻ ചെന്നൈയിൽ എത്തിയപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ധോണിയൊക്കെ, നമ്മുടെ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലിയൊക്കെ വന്നിറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന സ്വീകരണം, അതുപോലെ തന്നെയാണ് നമ്മുടെ ചെക്കന് ചെന്നൈയിൽ സ്വീകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ടീമിലെ പല കളിക്കാരും, പല കോച്ചുമാരും, പല കമൻട്രിമാരും എല്ലാവരും സഞ്ജുവിനെ പുകഴ്ത്തി സംസാരിക്കാൻ തുടങ്ങിയത്. വേൾഡ് കപ്പിലെ അവസാനത്തെ 3 ഇന്നിങ്സ് കൊണ്ടാണ്. പക്ഷേ സഞ്ജു എത്ര കഴിവുള്ള ഒരു പ്ലെയറാണെന്നുള്ളത് നമ്മൾ മലയാളികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമായിരുന്നു. ശരിക്കും ഒരു പ്ലെയറെ എങ്ങനെയാണ് എത്രത്തോളം തരം താഴ്ത്തണമെന്നുള്ളത് അത്രയ്ക്കും താഴ്ത്തിയിട്ട് 10 വർഷക്കാലമായിട്ട് ആ ടീമിൽ പിടിച്ച് നിന്നിട്ട് ആകെ കളിച്ചത് 30ഓളം 40ഓളം മത്സരങ്ങൾ മാത്രമാണ്. എന്നിട്ടും തളരാതെ നമ്മുടെ ചെക്കൻ, ഒരു മലയാളി, ആ ടീമിൽ പിടിച്ചു നിന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും ഈശ്വരൻ്റെ ആ ഒരു ബ്ലെസ്സിങ് കൊണ്ട് അവസാനത്തെ 3 മത്സരം ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയത് സഞ്ജു കാരണം തന്നെയാണ്. അപ്പോൾ ഇനി IPLലും ചെക്കൻ ഇതുപോലെ പൊളിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ചെക്കൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ചാനലൊന്ന് സബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ നമ്മൾ സഞ്ജുവിൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് IPL ചെക്കൻ്റെ പൊളി നമുക്ക് കാണാം. വേറെ ലെവൽ തന്നെ ആയിരിക്കും ഈ സീസൺ. സഞ്ജു ചെന്നൈ ഇതിൽ ഒരുപാട് വിളിക്കും. അപ്പോൾ ഒത്തിരി സ്നേഹം എല്ലാവരോടും.